السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. ഇന്നലത്തെ ക്ലാസ്സിൽ മുഹമ്മദുൻ സാബിത്തുൽ മീസാഖി ഹാഫിളുഹു, മുഹമ്മദുൻ ത്വയ്യിബുൽ അഖ്ലാഖി വശ്ശിയമി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കറാർ, അതുപോലെ ഒപ്പന്തം, വാഗ്ദാനം പൂർണ്ണമായും പാലിക്കിടങ്കത്ത ആളാണ്. അവിടെ വഞ്ചന ഒരു നിലക്കും പാടില്ല. ഒരു മുസ്ലിമായ ആള്, മുഅ്മിനായ ആള് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസരിക്കണു, മാതരിയാക്കണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഭാവം സ്വീകരിക്കണു ചൊന്തു വിശദീകരിച്ചിട്ട് ഒരിക്കലും മുഅ്മിനായ ആള് പ്രാമാണികത്തെ അല്ലെങ്കിൽ വാഗ്ദാനം ഉല്ലംഘിക്കുക തീര സത്യസന്ധനായിട്ട് വേണു. വഞ്ചനൻ ചൊല്ലതുക്ക് വലിയ ശിക്ഷ ഉണ്ടുണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിൽപ്പെട്ട ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂട്ടത്തിൽ ഇന്നങ്കത്തെ ഒരാൾ തൂഫിയ യൗമ ഖൈബർ, ഒരു ഹദീസ് കാണ്ട് ഖൈബർ യുദ്ധത്തണ്ട് അയാൾ വഫാത്തയിത്ത്, മരണപ്പെട്ടിത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിಗೆ അങ്ങ് വിഷയം ചെന്നാറ് സ്വഹാബത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്തു സല്ലു അലാ സ്വാഹിബിക്കും, നിങ്ങളെ ചങ്ങായി, നിങ്ങളെ ആ ആളെ മേളിൽ നിങ്ങൾ നിസ്കരിക്കൊരു, നാൻ നിസ്കരിക്കില്ല എൻ്റെ അതിരർത്ഥ. ഫതഗയ്യറത്ത് വുജൂഹുന്നാസി ലിദാലിക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കാണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കാരണവും അങ്ങ് കൊന്തില്ല, അങ്ങ് വല്ലാത്ത ബേജാറായിത്ത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്തു ഇന്ന സ്വാഹിബക്കും ഗല്ല ഫീ സബീലില്ലാഹ്, നിങ്ങളെ ആ ചങ്ങായി ആള് അള്ളാഹുടെ തെർലു അയാൾ യന്ത്രമായി എടുത്തിറ്, നങ്ങ അയാളെ ചെറുക്ക് സാധനല്ല അന്വേഷിച്ച് നോക്കുമ്പോൾ യുദ്ധത്തെ സാധനാണ് ഓതിയാക്കിടതിരാട്ടി മുന്നോൾ അയാൾ യന്ത്രമായി എടുത്തിറ്. ഫവജദ്ന ഖർസം മിൻ ഖർസി യഹൂദ ലാ യുസാവി ദിർഹമൈൻ, 2 ദിർഹമ് പോലുമില്ല അങ്ങനത്തെ ഒരു മുത്തുമണി യഹൂദീങ്ങളത് കിട്ടിയത് അയാൾ എടുത്തിറ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം അബൂദാവൂദ്, ഇമാം നസായി റളിയല്ലാഹു അൻഹും റിപ്പോർട്ടാക്കിയ ഹദീസാണ്. അയാൾ അത് എടുത്തിറ്, അതുകൊണ്ട് ഞാൻ അതിക്കില്ല, നിസ്കാരത്തിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്തു എത്ര വലിയ ഗൗരവമാണ്. അപ്പോൾ ഒരിക്കലും അന്യരായ ആൾമാരെ ഒരു പൈസ പോലും എടുക്കുക തീറ, വഞ്ചനാക്കുക തീറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിപാടിയുണ്ടുണ്ട്. അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു അടുത്തോട്ട് റിപ്പോർട്ടാവുടെ ഹദീസിൽ മഹാൻ ചൊല്ലു കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിട്ടിന്ത് യുദ്ധത്തെ ലാഭസ്വത്ത് കിട്ടിയെങ്കിൽ ബിലാൽ റളിയല്ലാഹു അൻഹുടൊട്ടിಗೆ ചൊല്ലു, ആൾമാരിൽ ഒന്ന് വിളിച്ചു ചൊല്ലണു. ബിലാൽ റളിയല്ലാഹു അൻഹു ആൾമാരെല്ലാം ഒരുമിച്ച് കൊടുക്കും. അങ്ങനെ ഫയജീഊന ബിഗനാഇമിഹിം, അങ്ങളെ കയ്യിൽ കിട്ടിയെങ്കിത്തെ ലാഭസൂത്രെല്ലാം എടുത്ത പണ്ടാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നുള്ള ഹാജരാക്കി പിന്നെയാണ് അതിനെ ഓതിയാക്കടെ. ഫയുഖമ്മിസുഹു വ യഖ്സിമുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ അതിൽ 5 ഓതിയാക്കിട് അങ്ങ് കൊമ്പന്നതിൽ. എന്നിട്ട് അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ 5-1 എടുക്കുകയുള്ളു. എന്നിട്ട് അതിൽ ഓതിയാക്കിട്. അങ്ങനെ അപ്പോഴാണ് ഫജാ റജുലുൻ യൗമൻ ബഅദ ദാലിക്, അതിൽ പിന്നെ ഒരാൾ വന്ന് ബിസിമാമിൻ മിൻ ഷാരിൻ, അയാളൊരു കടിഞ്ഞാൻ എടുത്തോണ്ടു വന്ന്. ഫക്കാല, ഒരു സാധനം യുദ്ധത്തിൽ കിട്ടിയതാണ്, ഒട്ടകത്തത അല്ലെങ്കിൽ കുതിരയുടെ കടിഞ്ഞാൻ ഒരു ഭാഗം എടുത്തോണ്ട് വന്ന്. എന്നിട്ട് അയാൾ ചൊന്തു യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദാ ഫീമാ കുന്നാ അസ്വബ്നാഹു മിനൽ ഗനീമ, ഇത് ഞങ്ങൾക്ക് ഗനീമത്ത് കിട്ടിയതാണ് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്ട് ചൊന്തു. ഖാല അസമിഅത ബിലാലൻ നാദാ സലാസൻ, ബിലാൽ റളിയല്ലാഹു അൻഹു ആ യുദ്ധത്തിൽ ലാഭം കിട്ടിയാൽ പിന്നെ 3 വട്ടം വിളിച്ചു ചൊന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഖാല നഅം, അയാൾ ചൊന്തു കേട്ട നബിയെ. ഫമാ മനഅക അൻ തജീഅ ബിഹി, എന്തേ നിങ്ങൾ കൊമ്പറാത്തെ? അയാൾ എന്തോ കാരണം അതുക്ക് ചൊന്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്തു കുൻ അൻത തജീഉ ബിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിങ്ങൾ അതിനെ കൊമ്പറു. ഫലൻ അഖ്ബലഹു അൻക, നിങ്ങളെ തൊട്ട് ഞാൻ അത് സ്വീകരിക്കില്ല. കാരണം എല്ലാവരെയും സ്വത്താണ്,
ಎಂದುಂ ಅಕ್ರಮമായി ಗೊಂತಿಲ್ಲಾಂಟ್ എടുക്കുകತೀರ ಅದರ ಗೌರವ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഈ ഹദീസിലൂടെ നമുക്ക് പടിപാട്ടി തന്നോണ്ടുണ്ട്. അപ്പോൾ മുഹമ്മദുൻ സാബിത്തുൽ മീസാഖീൻ ചൊല്ലുമ്പോൾ കറാറു അതുപോലെ മാത്തുപാലനെ ಅದರ മഹത്വവും ವಂಚന ഒരു കാലത്തും ആക്കുകತೀರ ആരെയും പൈസ എടുക്കുകತೀರ കൊടുക്കാണ്ടിക്കുകತೀರ കൊടുക്കുറുದು കൊടുക്കണു അർഹരായ ആൾമാർക്ക് അർഹ സമയത്ത് എല്ലാം എത്തുവാട്ടി കൊടുക്കണു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങാണ് ഇവിടെ നമുക്ക് പടിപാട്ടി തന്നോണ്ടുള്ളേ. ഇനി ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു ഖസീദത്തുൽ മുഹമ്മദിയത്ത് 5-ാമത്തെ ഗേറിൽ വിശദീകരിക്കടെ മുഹമ്മദുൻ ജുബിലത്ത് ബിൻ നൂരി തുയ്നതുഹു മുഹമ്മദുൽ ലം യസൽ നൂറം മിനൽ ഖിദമി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൃഷ്ടിപ്പുടെ പ്രകാശം കൊണ്ട് കൂട്ടപ്പെട്ടു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മിനൽ ഖിദം പണ്ട് മുതലേ പ്രകാശായിട്ടിന്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൃഷ്ടിപ്പുടൊട്ടിಗೆ പ്രകാശത്തെ അല്ലാഹു തആല കൂട്ടിട. ഇരുട്ട് ചിമ്മയുടെ ഓപ്പോസിറ്റാണ് പ്രകാശം. ആ പ്രകാശം അല്ലാഹുടെ സൃഷ്ടിപ്പായ ഏറ്റവും മഹോന്നത സൃഷ്ടിയായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുണ്ടുണ്ട്. ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചുകൊണ്ടുണ്ട്. അപ്പോൾ ഇവിടെ ಇದರರ್ಥം ആ അൽ ഖിദമു ദാത്തിയു അല്ലാഹുടെ ബഗ്ಗೆയാണ് ഖദീമുണ്ട് ചൊല്ലെ. അവൻ ഉണ്ടായതുക്ക് തുടക്കമേ ഇല്ല, പണ്ട് പണ്ടേ അവൻ ഉള്ളവനാണ്. ആ ഖിദം ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതുക്ക് ഉദ്ദേശമല്ല. ഫഹുവൽ ഇലാഫിയു, ഇത് ഇലാഫിയായ ഒരു ആപേക്ഷികമായ ഖിദമാണ്. പണ്ട് പണ്ട് അഥവാ എല്ലാ സൃഷ്ടികളാട്ടി മുന്നുൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നൂറിന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പ്രകാശായിട്ടിന്ത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ಬಗ್ಗೆ ബഹുമാനപ്പെട്ട ജാബിർ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കുന്ന ഒരു ഹദീസിൽ കാണ്ട് അവ്വലു മാ ഖലഖല്ലാഹു നൂറു നബിയ്യിക യാ ജാബിർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലുക ആദ്യമായി അള്ളാഹു പടച്ചിരെ നിങ്ങളെ പ്രകാശാണ്. മങ്കൂസ് മൗലിദിൽ ഞങ്ങൾ ഇത് കണ്ടോണ്ടുള്ള ബഹുമാനപ്പെട്ട അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹു ജാബിർ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹുടെ തൊട്ട് സനദായിട്ട് പരമ്പരയിൽ ഇത് റിപ്പോർട്ടാക്കിക്കൊണ്ടുണ്ട്. അപ്പോൾ ആദ്യമായി അള്ളാഹു തആല പഠിച്ചത് നൂറു നബിയിക്കാണ്ടാണ്, നിൻ്റെ നബിയുടെ പ്രകാശാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നോണ്ടുണ്ട്. ഖുൽതു യാ റസൂലല്ലാഹ്, ആ മഹാൻ കേക്കിട് ചന്തു നബിയെ ബി അബി അന്ത വ ഉമ്മി, നൻ്റെ ബാപ്പയുടെ ഉമ്മയുടെ സമർപ്പിച്ച് കേട്ടോണ്ടുള്ള അഖ്ബിർനി അൻ അവ്വലി ഷൈഇൻ ഖലഖഹുല്ലാഹു ഖബ്ലൽ അഷ്യാ, എല്ലാ വസ്തുടാട്ടി മുന്നുൽ അള്ളാഹു പടച്ചെങ്കത്തെ ആദ്യത്തെ വസ്തു ഏത് നബിയെ നക്ക് നിങ്ങൾ ചെന്തർന്നു. ഖാല യാ ജാബിർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു ഇന്നല്ലാഹ തആല ഖലഖ ഖബ്ലൽ അഷ്യാഇ നൂറ നബിയിക മിൻ നൂരിഹി, അള്ളാഹുടെ പ്രകാശത്തിൽ നിന്ന് നിങ്ങളെ നബിയുടെ പ്രകാശത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച. അപ്പോൾ എല്ലാത്താട്ടി മുന്നുൽ ലൗഹു കലം സ്വർഗം നരകം എല്ലാത്താട്ടി മുന്നുൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകാശത്തെ അള്ളാഹു സൃഷ്ടിച്ചാണ്ടാണ്. അതേ ആശയത്തെയാണ് ഇവിടെ ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചുകൊണ്ടുള്ള മുഹമ്മദുൻ ജുബിലത്ത് ബിൻ നൂരി തുയ്നതുഹു മുഹമ്മദുൽ ലം യസൽ നൂറം മിനൽ ഖിദമി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പണ്ട് മുതലേ പ്രകാശായിട്ടിന്ത്. അതാണ് ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു ചെന്നത് വകുല്ലു ആയിൻ അതർ റുസുലുൽ കിറാമു ബിഹാ ഫഇന്ന മത്തസലത് മിൻ നൂരിഹി ബിഹിമി. എല്ലാ പ്രവാചകന്മാർ നബിമാർ കൊമ്പന്നങ്കത്തെ ഏത് ആയത്തും ദൃഷ്ടാന്തവും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകാശവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകാശം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമുടെ ആട്ടി മുന്നുൽ എല്ലാ സൃഷ്ടികളാട്ടി മുന്നുൽ ഇന്തിട്ടാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അങ്ങനെയാണ്. പിന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നങ്കത്തെ ഹദീസുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമുടെ അവിടെ കുന്തു നബിയം വ ആദമു ബൈനൽ മാഇ വത്തീൻ, നാണ് നബിയായിട്ടിന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമുടെ പടക്കിടാട്ടി മുന്നുലൂണ്ട് അർത്ഥം. തന്നിടെയും കളിമണ്ണിടെ എടലിക്കുമ്പോൾ ആദം നബി അലൈഹി സ്വലാം നാണ് നബിയായിട്ടിന്ന്. കുന്തു നബിയം വ ആദമു ബൈനർ റൂഹി വൽ ജസദ്, നാണ് നബിയായിട്ടിന്ന ആദം നബി അലൈഹി സ്വലാം ആത്മാവും ശരീരത്തെയും എടലിക്കുമ്പോൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകാശാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് ഉണ്ട്. ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും ഖദ് ജാഅകും മിനല്ലാഹി നൂറും വ കിതാബും മുനീർ. ഖുർആൻ ചൊന്നുകൊണ്ടുണ്ട് സൂറത്തുൽ മാഇദ, അള്ളാഹുടെ മുട്ടത്തെ നിങ്ങൾക്ക് പ്രകാശം വന്നിറ്, നല്ല പ്രകാശിപ്പിക്കടങ്കത്തെ കിതാബും വന്നിറ്. അപ്പോൾ ഇവിടെ ഖുർആൻ ചൊല്ലങ്കത്തെ ഉദ്ദേശമുണ്ട്. ആ കിതാബ് അങ്ങനെ ഖുർആൻ ചൊല്ലുടെ ഉദ്ദേശമാണ്. വെളിച്ചാൻ ചൊല്ലുമ്പോൾ പ്രകാശം ചൊല്ലുമ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങാണ്. നൂറുൻ അലാ നൂർ
മുഹമ്മദീയ പ്രകാശം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഏറ്റവും വലിയ പ്രകാശമാണ്. അപ്പം നൂർ അതിൽ സംശയമേ ഇല്ല. ഖുർആൻ ചൊല്ലുക സിറാജം മുനീറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കത്തിറങ്കെത്ത വിളക്ക് പോലെ പ്രകാശിക്കിടങ്കെത്ത ആളാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ടത്തെയാണ് എല്ലാവർക്കും പ്രകാശം പോണ്ടേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അങ്ങനെയാണ്. വതറാഹും യൻദുറൂന ഇലൈക വഹും ലാ യുബ്സിറൂൻ, ഈ പ്രകാശത്തെ കാണുക ആവാത്തങ്കെത്ത ആൾമാറിന്നാർ അങ്ങ ഇങ്ങനെ നോക്കിട മാത്ര അങ്ങ യഥാർത്ഥത്തിൽ പിന്നെ എന്താക്കില്ലേ അങ്ങ് കണ്ടോണ്ടില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണും പോലെ കണ്ടോണ്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കൂ, ഉൾക്കൊള്ളുകൂ, ആ ആശയം സ്വീകരിക്കുക അങ്ങക്ക് സാധ്യമായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ സിറാജും മുനീറാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും നൂറാണ്, പ്രകാശം കൊടുക്കണമെങ്കത്തെ നൂറാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ. അതാണൂടെ നൂറിൻ്റെ ಬಗ್ಗೆ ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു ചെന്നോണ്ടുള്ളേ. ലിതുഖ്രിജന്നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആൾമാരെ ഇരുട്ടിനെ തൊട്ടു വെളിച്ചത്ത് കൊമ്പണ്ണെങ്കത്തെ നേതാവാണ്. ചിമ്മലിന്നാർ ആൾമാർ ചിമ്മലിക്കിടാർ, ആ ചിമ്മടത്തൊട്ടു നല്ല വെളിച്ചത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആൾമാരെ കൊമ്പന്നോണ്ടുണ്ടു. അതുപോലെ സൂറത്തുൽ മാഇദത്തെ ഞാൻ നേരത്തെ ഓതിയെങ്കത്തെ ആയത്ത് അവിടെ ഖദ് ജാഅക്കും മിനല്ലാഹി നൂറും വ കിതാബും മുബീൻ, നിങ്ങക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട അല്ല അള്ളാഹുടെ മുട്ടത്തെ നൂർ പ്രകാശം വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങാണ്. പിന്നൊന്ന് കിതാബ് വന്നിരുന്ന് ചൊല്ലുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശം അൽ ഖുർആനുൽ അലീം, അത് ഖുർആനാണ്. അതേ സമയത്ത് പിന്നെ നൂറ് കൊണ്ടും കിതാബ് കൊണ്ടും ഉദ്ദേശം അത് ഖുർആനാണ് ചൊന്നെങ്കത്തെ ആൾമാറുള്ളാർ. അതേ സമയത്ത് ജണ്ടു കൊണ്ടും ഉദ്ദേശം സയ്യിദുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മുല്ല അലിയുൽ ഖാരി കിതാബു ഷിഫത്ത് ഷർഹിൽ അത് വിശദീകരിക്കരുത്. അപ്പോൾ രണ്ട് വിശേഷണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ കാണും. അപ്പോൾ ഖദ് ജാഅക്കും നൂറും മിനല്ലാഹി നൂറുൻ, നിങ്ങൾക്ക് അള്ളാഹുടെ മുട്ടത്തെ നൂർ വന്നിര്, വ കിതാബുൻ കിതാബും വന്നിര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഗ്ഗെയാണ് ചെന്നത്. അപ്പോൾ രണ്ടും ഖദ് ജാഅക്കും മിനല്ലാഹി നൂറും വ കിതാബുൻ മുബീൻ ചെല്ലുമ്പോൾ രണ്ടുകൊണ്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് ഉദ്ദേശിച്ചുകൊണ്ടുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നൂറുൻ അലീമുൻ, ഏറ്റവും ഉന്നതമായ പ്രകാശമാണ്. എല്ലാ പ്രകാശത്താട്ടി വെളിവായിക്കാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകാശമാണ്. വ കിതാബുൻ മുബീനുൻ, വ്യക്തമായ കിതാബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ. അഥവാ എല്ലാ രഹസ്യത്തെയും എല്ലാ വിധി അഹ്വാല് എല്ലാ വർത്തമാനവും എല്ലാ ഇൽമും ഒരുമിച്ച് കൂട്ടി എനിക്കെത്തൊരു കിതാബാണ് ഒരാളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ജൻഡ്ര ബഗ്ഗെയും ഉദ്ദേശം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്ട് ചെന്നെങ്കത്തെ മഹാന്മാരുള്ളാർ. അപ്പോൾ ഏതായാലും ഇവിടെ ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകാശത്തെ ಬಗ್ಗೆ ചെന്നോണ്ടുണ്ട്. പണ്ട് മുതലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പ്രകാശമായിട്ട് തിണ്ടാണ്. യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ, അള്ളാഹുടെ പ്രകാശത്തുക്ക് അള്ളാഹു അവനുദ്ദേശിച്ചെങ്കത്ത ആൾമാരെ എത്തുവാട്ര. നൂർ ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഗ്ഗെയാണ് നിങ്ങൾ ചെന്നുകൊണ്ടുള്ളത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ് ലോകത്തുക്ക് പ്രകാശം പോയത്. ജബലുൻ നൂറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഇന്ത് ജബലുൻ നൂർ പ്രകാശത്തെ പർവ്വത, മക്കത്തിലുള്ള ജബലുൻ നൂറിൻ്റെ അവസാനത്ത് മേൽഭാഗത്ത് ഹിറാ ഗുഹയുടെ ഉൾഗതെച്ചെങ്കത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖാന്തരാണ് ലോകത്തുക്ക് ഒട്ടാകെ പ്രകാശം പോണ്ടേ. നൂറുൻ അല നൂറായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖാന്തര ജബലുൻ നൂറിൻ്റെ ബന്ധങ്കത്തെ ആ വെളിച്ചം പ്രപഞ്ചത്തുക്ക് മൊത്തം എത്തിറ്. ഇണ്ട് ലോകത്ത് മൊത്തം ഇസ്ലാമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖേന പോയെങ്കത്തെ ആ പ്രകാശാണ്. ആ പ്രകാശത്തുക്ക് അള്ളാഹു അവനുദ്ദേശിച്ചെങ്കത്തെ ആൾമാരെയാണ് എത്തുവാട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമകാലീന ജഗത്തുൽ ജീവിച്ചെങ്കത്തെ എത്ര ആൾമാരുള്ളാർ. പക്ഷേ പലർക്കും ഇസ്ലാം സ്വീകരിക്കുക ആയിട്ടില്ല. അതേസമയത്ത് പല ആൾമാർ അന്തിമ നിമിഷത്തിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ചെങ്കത്തങ്ങ ഉള്ളാർ അവസാന കാലത്ത്. എത്ര വലിയ സൗഭാഗ്യമാണ്. ആ ജീവിതത്തിൽ പലപ്പോഴും അങ്ങ് ആക്കിയെങ്കത്തെ തപ്പെല്ലാം അത് മുഖാന്തര അവിടെ ഇല്ലാണ്ടായിപ്പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ നുബുവത്ര പ്രകാശം കാണലോടുകൂടെ സ്വഹാബീൻ ചൊല്ലെങ്കത്തെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് അങ്ങെത്തിയാറ്. പക്ഷെ പലരും ജീവിച്ചിട്ടിന്നാറ് പല ആൾമാർക്കും വിശ്വസിക്കുക സാധ്യമായില്ല, ഉൾക്കൊള്ളുക സാധ്യമായില്ല. അബൂജഹൽ മക്കത്തിൽ ജീവിച്ചിട്ടിന്നെങ്കത്തെ ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവവും മക്കത്തെ മസ്ജിദുൽ ഹറാമുടെ ഇപ്പുറത്താണ് ഇന്ന് ഇണ്ട്. പിന്നെ മക്കത്തു മക്തബത്തു മക്കത്തിൽ മുക്കറമ
മക്കത്തെ ലൈബ്രറിയും ചെന്നിട്ടു ഉള്ള ജാഗ്യലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവയിന്നേണ്ട ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസവിച്ചെങ്കത്തെ ജാഗ്യ. അപ്പോൾ അതുപോലെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാടെ അവവും അതേ ഭാഗത്താണ് ഇന്ന് മക്കത്തിലെ മസ്ജിദുൽ ഹറാമിടെ മുട്ട. അബൂജഹലും ആ ഭാഗത്താണ് ഇന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും കാണണമെങ്കെത്ത ആളാണ് അബൂജഹൽ. പക്ഷേ വിശ്വസിക്കണമെങ്കെത്ത സൗഭാഗ്യം അവനുക്ക് കിട്ടില്ല. എപ്പോഴും നോക്കുക, പക്ഷേ അവനുക്ക് ആ സൗഭാഗ്യം കിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിക്കണമെങ്കെത്ത ആ നസീബ് അവനു കിട്ടിയില്ല. അവന് ചരിത്രത്തിൽ ശപിക്കപ്പെട്ടെങ്കെത്ത ആളായി മാറിയ. എപ്പോഴും വിശ്വസിക്കുമെന്നുള്ള വന്നില്ല. അവസാന നിമിഷത്തോളം ഞാൻ ക്ലാസ്സിൽ വിശദീകരിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യമേ ചൊന്നരേൻ ലോകത്തൊട്ടിಗೆ സമ്മതിച്ച ആളാണ്. പക്ഷേ ഈമാൻ്റെ വെളിച്ചത്ത് കടന്നു വണ്ണെങ്കെത്ത സൗഭാഗ്യം കിട്ടിയില്ല. ആ നൂർ ഉൾക്കൊള്ളകൂ അവൻ്റെ കൊണ്ടായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രകാശാൻ ചൊല്ലുമ്പോൾ നബി തങ്ങൾ വെളിച്ചാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉള്ളവിടെ പ്രകാശത്തെ ആവശ്യം വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഔത്തു കടന്നു വരുമ്പോൾ പലപ്പോഴും പ്രകാശം വെളിച്ചാണ് കണ്ടത്. ഇന്ന ബൈത്തൻ അന്ത സാക്കിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ പ്രകാശത്തെ ആവശ്യമില്ല, വെളിച്ചാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇനി ഞങ്ങളെ കൽബുക്ക് അത് തിരിച്ചെങ്കും ഞങ്ങളെ കൽബുൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടാ എങ്കിൽ വേറെ പ്രകാശത്തെ ആവശ്യമില്ല. എല്ലാ ഈമാനും എല്ലാ തഖ്വയും എല്ലാം പൂർണ്ണമാവിടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽ വസീലത്തുൽ ഉളുമ, ഏറ്റവും വലിയ ഒരു വസീലയാണ്, മധ്യവർത്തിയാണ് അള്ളാഹു ഗത്തുകൊള്ള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിಗೆ ഞങ്ങൾ എത്ര കണ്ട് അടുക്കടമ അത്ര കണ്ട് അള്ളാഹുടെ മുട്ട ഞങ്ങൾ അടുക്കട. അപ്പം ഞങ്ങളെ കൽബുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഗ്ಗೆയുള്ള അറിവും മഹബത്തും കണക്ഷനും ശക്തമായിട്ടുണ്ടായെങ്കിൽ വേറെ ഒരു വെളക്കടയും ഒരു പ്രകാശത്തെയും അകത്തിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ അബൂജഹൽക്ക് വിശ്വസിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. പവിത്ര റബീഉൽ അവ്വൽ ഒരു നാൾ മസ്ജിദുൽ ഹറാമുക്ക് ഇങ്ങനെ പോകുമ്പോൾ ഒട്ടിಗೆ ഇന്നങ്കെത്ത ആള് അയാൾ മസ്ജിദുൽ ഹറാമുക്ക് ഞങ്ങൾ ಬೇಗ പോയി നിസ്കരിച്ച് ബറുക തിരക്കാവിടും ചെല്ലുമ്പോൾ ഇല്ല നക്ക് പെട്ടെന്നൊന്ന് മൂത്രമൊഴിച്ചിട്ട് പറഞ്ഞു. അവിടെ അബൂജഹലിൻ്റെ മേൽക്ക് മൂത്രമൊഴിച്ചിട്ട് പറഞ്ഞുകൊണ്ടാണ് അയാൾ ചൊന്നത്. ഞാൻ ആൽച്ചനാക്കി പോയ. സുബ്ഹാനല്ലാഹ്. ചരിത്രത്തിൽ അബൂജഹൽക്ക് കിട്ടിയെങ്കെത്ത സ്ഥാനമാണ്. അതുകൊണ്ട് അവയുന്ന ജാഗിൽ മലമൂത്ര വിസർജന കേന്ദ്രമാക്കി മാറ്റിയിടാറുണ്ട് മക്കത്തിൽ. അപ്പോൾ അബൂജഹലിൻ്റെ മേൽക്ക് ഞാൻ മൂത്രവിത്തി വണ്ട അത്ര ഒരു നികൃഷ്ടമായിട്ടാണ്. കാരണം അബൂജഹൽക്ക് ചരിത്രത്തിൽ കിട്ടിയ സ്ഥാനം. അപ്പോൾ ഞാൻ ചൊന്നുകൊണ്ടുള്ളൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുകൊണ്ടിരുന്നെങ്കെത്താൾ വതറാഹും യൻദുറൂന ഇലൈക വഹും ലാ യുബ്സിറൂൻ. പരിശുദ്ധ ഖുർആൻ എത്ര അർത്ഥവത്തായിട്ടാണ് ചൊന്നുകൊണ്ടുള്ളത്. നോക്കിക്കൊണ്ടുള്ള അറിവ് നബിയെ, പക്ഷേ അങ്ങ് കണ്ടുകൊണ്ടില്ല. നിസാവുൻ കാസിയാത്തുൻ ആരിയാത്തുൻ ചെന്ന പോലെ നല്ല വസ്ത്രം ഇട്ടെങ്കെത്ത പെണ്ണിങ്ങാണ്, പക്ഷെ അങ്ങനെ അഗ്നന്മാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലില്ലേ, വസ്ത്രം ഇട്ടെങ്കും ഇടാത്ത പോലെ. അതുപോലെ ഉടയും അങ്ങ് നോക്കിക്കൊണ്ടുള്ളാറ്, പക്ഷെ കണ്ടോണ്ടില്ല. യഥാർത്ഥമായ കാഴ്ച അങ്ങ് കാണുക സാധ്യമായോണ്ടില്ല. അപ്പോൾ അബൂജഹൽ വിശ്വസിച്ചില്ല. അവിടെ ഞങ്ങൾ നോക്കുകയുള്ളേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് വിശ്വസിച്ചെങ്കെത്ത ആളാണ്. നബി തങ്ങളെ കൊണ്ട് വിശ്വസിച്ചെങ്കെത്ത ആളാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബാങ്ക് കൊടുത്തോണ്ടിരുന്നെങ്കെത്ത ആൾ മദീനത്തെ പള്ളിയിൽ. അയാൾക്ക് രണ്ട് കണ്ണും കണ്ടോണ്ടില്ലെന്ന്. പക്ഷേ ആ മഹാൻ്റെ പേര് കേൾക്കുമ്പോൾ ഞങ്ങൾ റളിയല്ലാഹു അൻഹു ചൊല്ല അബൂജഹൽക്ക് ആ സ്ഥാനം കിട്ടിയില്ല. അപ്പം രണ്ട് കണ്ണ് കണ്ടില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയുകയും ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു ചൊല്ല സ്വഹാബിക്ക് സാധ്യയിത്ത് ആ നൂർ പ്രകാശത്തെ മുട്ട അയാൾ കടന്നു വന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു വലിയ ഉൾക്കാഴ്ചയാണിന്ന്. അപ്പം രണ്ട് കണ്ണിടെ കാഴ്ച പോയെങ്കിലും യഥാർത്ഥത്തിൽ കാഴ്ച കിട്ടണായ കൽബുടെ കണ്ണുകാണ്, ഉൾക്കാഴ്ചയാണ് വേണായ. ആ ഉൾക്കാഴ്ച അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു ചൊല്ലുടെ സ്വഹാബി കിട്ടിത്ത്. പക്ഷെ രണ്ട് കണ്ണ് എത്ര ഉഷാറായി കണ്ടെങ്കിലും അബൂജഹൽക്ക് വിശ്വസിക്കുകയില്ല. അപ്പം പ്രകാശം ഹിദായത്തിന് ചൊല്ലത് വല്ലാത്ത വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മക്കത്തിൽ ചന്ദ്രയുടെ പീസാക്കി കാട്ടണമെന്ന് ചെന്നിട്ട് അബൂജഹൽ അടക്കമുള്ള ആൾമാർ ചെന്നാർ. ഇഖ്തറബത്തി സാഅത്തു വൻഷഖൽ ഖമർ. ഖുർആൻ ചൊല്ലു ഖമർ ജണ്ട് പീസൈത്ത് ഖമർ പീസാക്കി കാട്ടണമെന്ന് ചെന്നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ജണ്ട് പീസാക്കിയിട്ട് മക്കത്തുള്ള ജബൽ അബി ഖുബൈസും ഖുഐഖിയാൻ പർവ്വതവും ജണ്ട് പർവ്വതത്തെ മേൽ ജണ്ട് പീസായി പൂന്തു ചരിത്രമാണ്, ആർക്കും നിഷേധിക്കുക ആവാത്തതാണ്. അപ്പോഴും അബൂജഹൽ ചൊന്നെങ്കെത്ത പലക്ക ഇത് മായാജാലാണ്, മുഹമ്മദ് വലിയ മായാജാലത്തെ ആളാണ്. അപ്പോൾ കച്ചവടാക്കി വണ്ടെങ്കെത്ത ആൾമാരുള്ളാറ് അങ്ങളൊട്ടിയെ കേൾക്കുക, അങ്ങ ഒക്കും ചൊന്നെങ്കിൽ വിശ്വസിക്കുക. അങ്ങനെ അങ്ങ വന്നാറ് അങ്ങളൊട്ടിയെ കേടുത്ത് ചന്ദ്രൻ പീസായത് നിങ്ങൾ നോക്കിടാറാ. അങ്ങ ചെന്നാറ് ഞങ്ങൾ കണ്ടാ
അപ്പ അങ്ങ് ചെന്ന പലക്ക സിഹ്റുൻ മുസ്തമിർ, ഇത് വല്ലാത്ത സ്ഥിരമായി നിൽക്കട വല്ലാത്തൊരു സിഹ്റാണ്, വലിയ മായാജാലത്തെ ആളാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങ് അവിടെ അങ്ങനെ ചെന്നാർ നേർക്ക് നേരെ ചന്ദ്രൻ പീസാവുന്നത് കണ്ടിട്ടും വിശ്വസിച്ചില്ലേ, ഖുർആൻ ചൊന്നില്ലേ. അങ്ങ് ചെന്നിട്ടിന്നാർ ആകാശത്തേക്ക് പോയിട്ടൊരു കിതാബിടെ കൊമ്പറണു, എന്നിട്ട് നിങ്ങൾ കൊമ്പണ്ടത് ഞങ്ങൾ കാണണു എങ്കിലേ ഞങ്ങൾ വിശ്വസിക്കടേ. ഇല്ല, അത്ര കഷ്ടത്തിൽ വിശ്വസിക്കണോണ്ടില്ല. അങ്ങനെ കൊമ്പന്നെങ്കും അങ്ങ് വിശ്വസിക്കാതെ ഇനി ആകാശത്തൊരു കിതാബ് കൊമ്പന്നിട്ട് അതിന് മേൽ കൈവച്ചിട്ട് ഇങ്ങനെ നോക്കിയെങ്കും ഫല മസൂഹുബി ഐതിയും ഖുർആൻ ചൊന്നിൽ കൈ കൊണ്ട് ഇങ്ങനെ തൊട്ടു നോക്കിയെങ്കും അങ്ങ് വിശ്വസിക്കാലായിട്ട്. അപ്പോൾ ഹിദായത്തിൻ്റെ വെളിച്ചം സുബ്ഹാനല്ലാ, ഈമാൻ ഹിദായത്തിനുള്ളത് വല്ലാത്തതാണ്. അതൊരിക്കലും കെടാത്ത പോലെ സൂക്ഷിക്കുകയാണ് മുഅ്മിനായ ആൾ എപ്പോഴും ശ്രമിക്കണായ. അള്ളാഹു ഞങ്ങളെ ഈമാൻ്റെയും ഹിദായത്തിൻ്റെയും വെളിച്ചം നല്ല അതുക്ക് വോൾട്ടേജ് അള്ളാഹു തരട്ട് അത് കെടാത്ത പോലെ സൂക്ഷിക്കുക അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ട്. അപ്പോൾ ചന്ദ്രൻ പിളർന്നത് കണ്ട് വിശ്വസിക്കുക അബൂജഹൽ കായില്ല. അതേ സമയത്ത് ആയിരക്കണക്കിൽ കിലോമീറ്റർ ഇപ്പുറമുള്ളങ്കത്തെ കേരളത്തെ കൊടുങ്ങല്ലൂർ ചേരമാൻ പെരുമാൾ ചൊല്ലങ്കത്തെ രാജാവ് ചരിത്രത്തിൽ കുറേ അഭിപ്രായ വ്യത്യാസയിക്കും. ഏതായാലും ആ ಬಗ್ಗೆ ഞാൻ കടന്നുകൊണ്ടില്ല. ചേരമാൻ പെരുമാൾ ചൊല്ലങ്കത്തെ രാജാവ് അറേബ്യത്തെ ഒരു സംഘം വന്നപ്പ അങ്ങൊട്ടിಗೆ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ಬಗ್ಗೆ അറിട് ചന്ദ്രൻ പിളർന്നതിര ಬಗ್ಗೆ അങ്ങ് ചെല്ലുമ്പോൾ പ്രധാനപ്പെട്ട ഘടന എന്തെങ്കിലും നടന്നെങ്കിൽ അത് എഴുതി വെക്കൽ ഞങ്ങളെ പതിവാണ്. എഴുതി വെച്ചത് നോക്കുമ്പോൾ അറബിങ്ങ ചെന്നെങ്കത്തെ അതേ നാളിൽ ചന്ദ്രൻ പിളർന്നത് ഇയാൾ കണ്ട്. അങ്ങനെ സിലോൺ ആദം നബി അലൈഹി ഇസ്ലാമിയുടെ കാൽപാദം സന്ദർശിക്കുകയാണ് അങ്ങ് പോണ്ടേ. തിരിച്ചു വരുമ്പോൾ നണ്ടയും കൂട്ടണു ചൊല്ലു. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ അങ്ങളൊട്ടിಗೆ ഈ രാജാവ് പോണ്ടു. ആ രാജാവ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹനീയ സന്നിധാനത്തേക്ക് പോയിട്ട് ഇസ്ലാമാവിടു. അയാൾ ഒരു ഇഞ്ചിയുടെ സഞ്ചി ബഹുമാനപ്പെട്ട ഈ രാജാവ് അഹ്ദാ മലിക്കുൽ ഹിന്ദ് ചൊന്നിട്ട് ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കുന്ന ഹദീസുണ്ട്. ഇന്ത്യത്തെ രാജാവ് വന്നിട്ട് ഒരു പിന്നെ സഞ്ചി തന്ത് ഇഞ്ചിയുടെ സഞ്ചി ഒരു ചീല തന്തെന്ന് ചൊന്നിട്ടു ഹദീസ് വിശദീകരിക്കട്. അപ്പോൾ ആ രാജാവ് വിശ്വസിച്ചിട്ട് അവിടെയാണ് സംഭവം. നേർക്കുനേരെ കണ്ട അബൂജഹൽക്ക് വിശ്വസിക്കുക ആയില്ല. ആയിരക്കണക്കിൽ കിലോമീറ്റർ ഇപ്പുറമുള്ളങ്കത്തെ ഒരു രാജാവ് അയാൾക്ക് ഹിദായത്തിൻ്റെ വെളിച്ചം കിട്ടിത്ത്. ഹിദായത്തിൻ്റെ വെളിച്ചം എത്ര കിലോമീറ്റർ ഇപ്പറാണ് സഞ്ചരിച്ചുകൊണ്ടുള്ളത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ പ്രകാശവും ആ മഹത്വവും ആശയവും ഉൾക്കൊള്ളുക രാജാവുക്ക് സാധ്യത്ത്. അങ്ങനെ അയാൾ ഷഹർ മുഹല്ല ചൊല്ലങ്കത്തെ ജാഗയിൽ യമനിലാണ് ദഫൻ ചെയ്യപ്പെട്ടിട്ടും ഒമാൻ്റെ സലാലത്തിൽ ദഫൻ ചെയ്യപ്പെട്ടിട്ടും ഇണ്ടും സലാലത്തിൽ ചേരമാൻ പെരുമാൾ താജുദ്ദീനുൽ ഹിന്ദി രാജാവുടെ ഖബർ സിയാറത്താക്കിക്കൊണ്ടുള്ളാറ്. അങ്ങനെ വ്യത്യസ്തമായ ചരിത്രമാണ്, വിശാലമായ ചരിത്രമാണ്. ഏതായാലും മക്കത്തെ ഒരാൾ പോയിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് സ്വഹാബിയായി താജുദ്ദീൻ ചൊല്ല പേര് സ്വീകരിച്ചത് വിഖ്യാതമായ സംഭവമാണ്. അപ്പോൾ ഞാൻ ആ സംഭവം എന്തിക്ക് ഉദ്ധരിച്ചെന്ന് ചൊന്നെങ്കിൽ നേർക്കുനേർ അബൂജഹൽ കണ്ടിട്ട് വിശ്വസിക്കുകയില്ല. അതേസമയത്ത് ആയിരക്കണക്കിൽ കിലോമീറ്റർ ഇപ്പുറമുള്ളങ്കത്തെ രാജാവ് പരിശുദ്ധമായ ഇസ്ലാമു കടന്നുകൊണ്ട് ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകാശവും ഇസ്ലാമുടെ ആ പ്രകാശവും ഉൾക്കൊള്ളുക ആ രാജാവുക്ക് സാധ്യത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും വലിയ പ്രകാശമാണ്. പണ്ട് മുതലേ പ്രകാശമായിട്ട് ഇന്നങ്കത്തെ നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ. വിശാലമായി ചൊല്ലണായങ്കത്തെ അധ്യായാണ് മുഹമ്മദുൻ ജുബിലത് ബിൻ നൂരി ത്വീനത്തുഹു മുഹമ്മദുൽ ലം യസൽ നൂറം മിനൽ ഖിദമി. പണ്ട് മുതലേ പ്രകാശമായിട്ടുള്ളങ്കത്തെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങാണ്. അതുകൊണ്ട് ഏതൊരു വിശ്വാസിയും ഏതൊരു മുഅ്മിനും ഏതൊരാളും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയുകയും പഠിക്കുകയും ആസ്വദിക്കുകയും സ്നേഹിക്കുകയുമുള്ള വല്ലാത്ത ശ്രമമാണ് എപ്പോഴും നടത്തുന്നത്. ഭൗതികമായ ഏത് പ്രേമവും ഏത് സ്നേഹവും എപ്പോഴും താൽക്കാലികമാണ്. എപ്പോഴും എപ്പോൾ വെച്ചും അത് അസ്തമിച്ചു പോവാം. അതേസമയത്ത് അസ്തമിക്കാത്ത സ്നേഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത്. ഇപ്പുറത്ത് അപ്പുറത്തെ സ്നേഹിക്കുമ്പോൾ അപ്പുറത്തെ ഇപ്പുറവും സ്നേഹം പണ്ട്. ഭൗതികമായ ലോകത്ത് ഏതെങ്കിലും ഒരാളെ ഒരു രാജാവുടെ അല്ലെങ്കിൽ ഏതോ ദൂരത്തുള്ളങ്കത്തെ ഒരു നടരെ അറമാ സ്നേഹിക്കുമ്പോൾ ബെർദഗും കൂടെ ഉള്ളങ്കത്തെ ആൾ അവൻ്റെ സ്നേഹിച്ചിട്ട് ന്യൂ ജനറേഷൻ അതിരെ പിറകത്താണ് പോയോണ്ടുള്ളത്. ഞാൻ അയാളെ ഫാനാണ് അവളുടെ ഫാനാണ് ചെന്നിട്ട് അവളുടെ ഫോട്ടോവും മൊബൈലിലും അല്ലാത്തവിടെയും സൂക്ഷിച്ച് വെച്ചിട്ട് അങ്ങളെ ആരാധിച്ചുകൊണ്ടുള്ളങ്കത്തെ ഒരു സമൂഹം. പക്ഷേ അങ്ക് ഇങ്ങളെ പരിചയമില്ലേ. ഈ സ്നേഹത്ത് എന്തർത്ഥാണുള്ളേ? എവിടമാ ഡൽഹിയിലുള്ളേ, ബോംബെയിലുള്ളേ, അല്ലെങ്കിൽ എവിടമാ ഉള്ളങ്കത്തെ ഒരു നടടെ അല്ലെങ്കിൽ ഒരു പ്ലേയറെ സ്നേഹിക്കുമ്പോൾ ഓൺ മാത്രമാണ് അപ്പുറം സ്നേഹിക്കരുത്. അവളുക ഇയാളെ പ്രേമമേ ഇല്ല, സ്നേഹമേ ഇല്ല എങ്കിൽ ഈ സ്നേഹം വൺ വേ ആണ്. ഇതൊരു വാല്യൂമില്ല.
കൂടെ നിന്നിട്ട് സിന്ദാബാദ് വിളിക്കുമ്പോഴും അങ്ക് പേനായിട്ട് ശബ്ദിക്കുമ്പോഴും അങ്ക് ഇങ്ങളെ പരിചയമില്ലാണ്ടായെങ്കിൽ ഈ സ്നേഹത്തിന് എന്തർത്ഥാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം അങ്ങനെയല്ല. മാമിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വറദ്ദല്ലാഹു റൂഹി ഫഅറുദ്ദു അലൈഹി സലാം. ലോകത്തേത് മൂലലുള്ളെങ്കെത്ത ആളും നക്ക് സലാം ചൊല്ലുമ്പ നക്കത് കൊന്താവുടു അയാളെ നക്ക് പരിചയം കിട്ടു. കുലി അമലു ഫസയറല്ലാഹു അമലക്കും റസൂലു. നിങ്ങൾ പ്രവർത്തിക്കൊരു സ്വറാക്കൊരു നിങ്ങളെ സ്വറത്തെ അള്ളാഹു കാണ്ട് റസൂൽ കാണ്ട് പരിശുദ്ധ ഖുർആൻ ചൊന്നുകൊണ്ടുണ്ടു. അപ്പോൾ ഇത് വൺ വേ അല്ല. ഈ സ്നേഹത്തിന് വാല്യൂ ഉണ്ട്, ഇതൊക്കെ വിലയുണ്ട്. മദീനത്തെ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണ്ട്. അതുകൊണ്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാണ് എപ്പോഴും ബുദ്ധിയുള്ളങ്കത്തെ ആൾമാർ ശ്രമിക്കണായ. അങ്ങനെ സ്നേഹിച്ച് പ്രേമിച്ച് ലയിച്ചങ്കത്തെ ആശുക്കീങ്ങൾ ഒരു ലോകമേ 1400 വർഷത്തെ സരണിൽ നമുക്ക് കാണുക സാധ്യമാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പ്രേമിച്ച് സ്നേഹിച്ച് ആയിരക്കണക്കിൽ സ്വലാത്ത് ചൊന്നു ശുദ്ധീകരിക്കപ്പെട്ടെങ്കത്തൊരു കൽബുണ്ടാവുകൂ നമുക്ക് തൗഫീഖ് കിട്ടുന്നു. അള്ളാഹു നമുക്ക് സൗഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാവട്ട്. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളാ ഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി ആ പ്രകാശത്തെ ഏറ്റവും കൂടുതൽ അറിയുകയും സ്നേഹിക്കുകയും മഹബത്ത് വെക്കുകയും ശ്രമിച്ചെങ്കത്തെ നേതാവാണ്. ആയിരക്കണക്കിൽ കിതാബിൽ ദെങ്കത്തെ ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്തെങ്കത്തെ പണ്ഡിതനാണ്. സുബ്ഹാനല്ലാ. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളാ ഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി അയാളൊരു ശിഷ്യനാണ്. കേരളത്തെ ബഹുമാനപ്പെട്ട അഹമ്മദ് കോയ ഷാലിയാത്തി റഹിമഹുല്ല എല്ലാ 4 മദ്ഹബിലും ഫത്വ കൊടുത്തുകൊണ്ടിരുന്നെങ്കത്തെ ഏറ്റവും വലിയ മഹാൻ. ആ മഹാൻ്റെ ഭാഗ്യമേ ഇമാം അഹമ്മദ് കോയ ഷാലിയാത്തിയുടെ ഭാഗ്യമേ നവീമാമുടെ കാലത്ത് ജീവിക്കണയെങ്കത്തെ മഹാൻ 100 കണക്കിൽ വർഷത്ത് മുന്നിൽ ജീവിക്കണയെങ്കത്തെ മഹാനിട്ടാണ് ആലിമീങ് അയാളെ ഭാഗ്യ ചൊല്ല്. ഈ അടുത്ത് ആ മഹാൻ അടുത്താണ് വഫാത്തായിപ്പോയത്. അഹമ്മദ് കോയ ഷാലിയാത്ത്. അഹമ്മദ് കോയ ഷാലിയാത്തിലെ ഉസ്താദാണ് അഹമ്മദ് റളാ ഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി. ധാരാളം കിതാബിൽ ദിങ്കത്ത് ആയിരക്കണക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹത്തെ ಬಗ್ಗೆ പ്രേമത്തെ ಬಗ್ಗೆ മാത്രം എഴുതിങ്കത്ത മഹാനാണ്. ನಾನು വഫാത്തായെങ്കിൽ ഒരാൾ നിൽക്കുകു പിന്നെ ആ ഉടത്തര വലിയ ഖബർ നിങ്ങ ഉണ്ടാക്കണമെന്ന് ചൊന്നിട്ട് വസിയത്താക്കിങ്കത്ത മഹാനാണ്. സുബ്ഹാനല്ലാ. ചില്ലറ ആൾമാർക്ക് അങ്ങനെ വസിയത്താക്കുക സാധ്യയില്ല. എങ്കിൽ ഇഷ്കയുടെ ലോകത്ത് പ്രേമത്തെ ലോകത്ത് എത്ര ആഴത്തിൽ കടന്നെങ്കത്ത മഹാനായിട്ടിക്കു അഹ്മദ് റളാ ഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹിൻ്റെ നമുക്ക് മനസ്സിലാക്കുക. നല്ല സൈലൻറ്റ് നല്ല ശാന്തമായ പരിസരമാണ് അഹ്മദ് റളാ ഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആ ഖബർ ഷരീഫുള്ളങ്കത്തെ ജാഗ. ഒരു മദീനത്തെ നനപ്പാക്കിടങ്കത്തെ ഒരു മിനി മദീനത്തെ ഒരു ഫീലിംഗ് നമുക്ക് അവിടെ പോകുമ്പോൾ ആവിടും. അത്രയും നല്ല മഹാനാണ്. ആ മഹാൻ്റെ ಬಗ್ಗೆ മഹാന്മാർ കിതാബിൽ എഴുതി വെക്കിടാറ്. ഫലസ്തീനിയായ ഒരു പണ്ഡിതൻ സ്വപ്നത്തിൽ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും കാത്തോണ്ടുണ്ടു. ആരെ കാത്തോണ്ടുള്ള എന്ന് കേൾക്കുമ്പോൾ അത് ഇന്ത്യക്കാരനായ അഹമ്മദ് റളാ ഖാൻ ബറേൽവിയുടെ കാക്കിടേണ്ടാണ് ചെള്ളേ. സുബ്ഹാനല്ലാ. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിക്കാതിരിക്കും? ഇഷ്ക് എന്തരേണ്ട്, പ്രേമ എന്തരേണ്ട്, സ്നേഹ എന്തരേണ്ട് ലോകത്ത് പഠിപ്പാട്ടിങ്കത്തെ മഹാനാണ്. എത്ര കിതാബാണ് എഴുതിയത്. വിദേശത്തുള്ള ആലിമീങ്ങ ധാരാളം പേര് കൊടുത്തെങ്കത്തെ മഹാനാണ്. വിദേശത്ത് പോയപ്പോൾ സുബ്ഹാനല്ലാ 8 ഗಂಟೆ കൊണ്ട് 400ഓളം അതിലേറെ പേജുള്ളങ്കത്തെ കിതാബ് എഴുതി അറബ് ലോകത്തമേ അച്ചരിയിലാക്കിയങ്കത്തെ വിസ്മയത്തിലാക്കിയങ്കത്തെ മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളാ ഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി. നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയൂൻ ചൊല്ലുമ്പോൾ അപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സലാം മടക്കൽ കേട്ടുകൊണ്ടിരുന്നെങ്കത്തെ അതുല്യരായ ഇമാമാണ് അഹ്മദ് റളാ ഖാൻ ബറേൽവി. ഒരു നാൾ ഒർക്ക് അസ്സലാമു അലൈക അയ്യുഹൻ നബി ചൊല്ലു, 2 വട്ട ചൊല്ലു, 3 വട്ട ചൊല്ലു. പിന്നെയാണ് അപ്പുറം തുടർന്ന് പോണ്ടേ. എന്തേണ്ടി കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സലാം മടക്കൽ ലേറ്റായി പോയിട്ട് എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ട് എപ്പോഴും എൻ്റെ ಬಗ್ಗೆ നിങ്ങൾ എഴുതാറ് ഇണ്ടെന്തും എഴുതിട്ടില്ലല്ലേ? അണ്ടാണ് ബഹുമാനപ്പെട്ട അഹ്മദ് റളാ ഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി മുസ്തഫ ജാനെ റഹ്മത്ത് പെലാക്കോൻ സലാം ചൊല്ലങ്കത്തെ അറബ് ലോകത്തെ ബുർദാൻ ചൊന്നറിയപ്പെടുറെ. ലോകത്തെവിടെയുള്ള ഹനഫിങ്ങ ഉള്ളാറ ആഷിഖീങ്ങ ഉള്ളാറ അങ്ങളെ ബായിൽ നിരന്തരമായി കേട്ടുകൊണ്ടുള്ളങ്കത്തെ ബൈത്ത് ഇണ്ടും പരിശുദ്ധ റബീഉൽ അവ്വൽ 12 മദീനത്ത് എത്ര തടഞ്ഞെങ്കും എത്ര പിന്നെ ബന്ദിന്നെങ്കും തടസ്സമിന്നെങ്കും അല്ലെങ്കിൽ നിയന്ത്രണം ഇന്നെങ്കും അവിടെ ധാരാളം ആൾമാർ ഈ ബൈത്ത് പാടുന്നത് നമുക്ക് കേൾക്കൂ സാധ്യമാവും. അങ്ങനെ അത് അണ്ടാണ് ആ മഹാൻ ഉണ്ടാക്കണേ. എത്ര വലിയ സ്വീകാര്യത്തെയാണ് അതിക്ക് കിട്ടറ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സലാം മടക്കൽ കേട്ടോണ്ടിരുന്നെങ്കത്തെ മഹാൻ. അങ്ങനെ ഈ ഫലസ്തീനിയായ പണ്ഡിതൻ ഇന്ത്യക്ക് പണ്ട് ബറേൽവിക്ക് പോണ്ടു. അവിടെ വന്ന് നോക്കുമ്പോൾ ആ മഹാൻ വഫാത്തായ സംഭവമാണ്. എപ്പോൾ വഫാത്തായിരേണ്ടി കേൾക്കുമ്പോൾ ഫലസ്തീനിയായ ആലിം സ്വപ്നം കണ്ട അതേ നാളിലാണ്
ആ മഹാൻ വഫാത്താവുടെ ഇങ്ങനെ ബഹുമാനപ്പെട്ട അഹ്മദ് റളാ ഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈ അത്ര കണ്ട് സ്നേഹിച്ച ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ മദീന, ഇതെല്ലാം ജീവിതത്തിൽ വിട്ടുനിൽക്കുക ആവാത്തെങ്കത്തെ ശരീരത്തെ മാംസത്തിലും മജ്ജലും രക്തത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രേമവും ഇഷ്കും കളർന്നെങ്കത്തെ മഹാനാണ് അഹ്മദ് റളാ ഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈ. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുഭവിച്ച് ആസ്വദിച്ച് അറിഞ്ഞെങ്കത്തെ എപ്പോഴും സ്വപ്നത്തിൽ കണ്ടുകൊണ്ടിന്നെങ്കത്തെ എല്ലാ വാരവും മദീനത്ത് എത്തിക്കൊണ്ടിന്നെങ്കത്തെ മഹാൻ ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളാ ഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈ. അങ്ങനെ ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ധാരാളം മഹാന്മാരുള്ളാർ, ധാരാളം ഇമാമീങ്ങളുള്ളാർ. അങ്ങളെ അതിരെ ഒരു ചെറിയ കോട്ടിലൊരംശെങ്കിലും മഹബത്ത് ഞങ്ങളെ കൽബ് കിട്ടകൂ. ഇതെല്ലാം കാരണമാവണു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹും മഹബത്തും ലോകത്തുള്ള വലിയ വലിയ മഹാന്മാർക്ക് എത്ര വിശദീകരിച്ചെങ്കും തീരാത്തതാണ്, എത്ര ചൊന്നെങ്കും തീരാത്തതാണ്. അങ്ങ് അത് ലയിച്ചു പോയത് പല മഹാന്മാരെ കിതാബ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക സാധ്യമാവുള്ളൂ. ഏതായാലും ബഹുമാനപ്പെട്ട ഇമാമുന മുഹമ്മദുൽ ബുസീരി റളിയല്ലാഹു അൻഹു അൽ ഖസീദത്തുൽ മുഹമ്മദിയത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹും മഹബത്തുമാണ് നമുക്ക് ചെന്തന്നുകൊണ്ടുള്ളത്. അത് അനുഭവിക്കുകയും അത് കൽബ് കൊടുത്ത് അറിയുകയും ആസ്വദിക്കുകയും അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ട്. നല്ല സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ മഹബത്ര ലോകത്ത് വിഹരിക്കട ലയിക്കടങ്കത്തെ ആൽമാരെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെയും കുടുംബത്തെയും ഞങ്ങളെ വോയിസ് കേൾക്കട എല്ലാ ആൽമാരെയും ഉൾപ്പെടുത്തി സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങൾ ഉൾപ്പെടുത്തിട്ട് അവന് സ്വീകരിച്ചെങ്കത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിക്കണമെങ്കത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട സ്വീകാര്യത്തെ കിട്ടണമെങ്കത്തെ നല്ല മുത്തഖീങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങൾ ഉൾപ്പെടുത്തിട്ട് എല്ലാ പ്രയാസവും ബുദ്ധിമുട്ടും അള്ളാഹു ഞങ്ങളെ തൊട്ട് ദൂരീകരിച്ച് തരുമാറാവട്ട്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു.